അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 20 പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിൽ കൊടും ക്രിമിനൽ ഉൾപ്പെടെ 2 പേരെ മല്ലപ്പള്ളി കീഴ്വായ്പൂർ പോലീസ് പിടികൂടി. നെയ്യാറ്റിൻകര പള്ളിച്ചൽ ഭഗവതി നട വട്ടവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ, പേരൂർക്കട കുടപ്പനക്കുന്ന് JP ലൈൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവരെയാണ് തന്ത്രപരമായി പോലീസ് വലയിലാക്കിയത്. കഴിഞ്ഞ 15-ന് രാവിലെ 10-നും 17-ന് വൈകിട്ട് 5-നും ഇടയിലുള്ള സമയത്ത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കയിൽ മത്തായിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. മത്തായിയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസം. 2 മക്കളും വിദേശത്താണ്. 15-ന് ഇവർ കഴക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയിരുന്നു. 17-ന് വൈകിട്ട് 5-ഓടെയാണ് തിരിച്ചെത്തിയത്. വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരകൾ കുത്തിത്തുറന്ന് തുണികളും ബാഗുകളും മറ്റും വലിച്ചുവാരി പുറത്തിട്ടിരുന്നു. അതിഥികൾക്കുള്ള മുറിയിലെ 2 തടി അലമാരകളും തുറന്നിട്ട് തുണികളും മറ്റും വാരി പുറത്തിട്ടതായി കണ്ടു. മോഷണം നടന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയൽവാസികളോട് വിവരം പറഞ്ഞു. 16-ന് അർദ്ധരാത്രിക്ക് ശേഷം പട്ടികൾ കുരച്ച് ബഹളമുണ്ടാക്കിയതായി അറിഞ്ഞു. വീട്ടിൽ പരിശോധന നടത്തിയ വൃദ്ധ ദമ്പതികൾക്ക് സ്വർണ്ണാഭരണങ്ങളും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷണം പോയെന്ന് വ്യക്തമായി. കിടപ്പുമുറിയിലെ സ്റ്റീൽ ഭിത്തി അലമാരകളിലും അതിഥികൾ വരുമ്പോൾ താമസിക്കുന്ന മുറിയിലെ 2 തടി അലമാരകളിലുമായി സൂക്ഷിച്ചിരുന്ന 20 പവൻ സ്വർണവും ഹാളിലിരുന്ന 10,000 രൂപ വിലയുള്ള ലാപ്ടോപ്പും കിടപ്പുമുറിയിലെ തടി അലമാരയിലിരുന്ന 15,000 രൂപയുടെ CCTVയുടെ DVRും മോണിറ്ററും 4,000 രൂപ വില വരുന്ന 5 വാച്ചുകളും മോഷ്ടിച്ചു. നഷ്ടപ്പെട്ട 160 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ 4 സ്വർണ്ണമാലകൾ, 5 ലോക്കറ്റ്, 5 വളകൾ, 2 വിവാഹമോതിരങ്ങൾ, 6 ജോഡി കമ്മലുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ 15,000 രൂപ, 8,000 രൂപയുടെ US ഡോളർ, 11,500 രൂപയുടെ മൂല്യമുള്ള UAE ദിർഹം എന്നിവയും മോഷണം പോയി. ആകെ 12,39,500 രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടു. കീഴ്വായ്പൂർ പോലീസ് 18-ന് വീട്ടിലെത്തി മത്തായിയുടെ ഭാര്യ ലില്ലിയുടെ മൊഴി രേഖപ്പെടുത്തി. വിരലടയാള വിദഗ്ധർ, ശാസ്ത്രീയ അന്വേഷണ സംഘം, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ കീഴ്വായ്പൂർ പോലീസ് മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. വീട്ടിലെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. തിരുവല്ല DYSP S നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ കീഴ്വായ്പൂർ SHO വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് സംഘത്തിൽ SI മനോജ് കുമാർ, SCPOമാരായ മനോജ്, അഖിലേഷ്, CPOമാരായ ദീപു, വിഷ്ണു, അവിനാശ്, ടോജോ, അനസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് സംഭവസ്ഥലത്തും മറ്റും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അനിൽകുമാർ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച, മോഷണം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം, ആയുധ നിയമം ഉൾപ്പെടെയുള്ള 17 കേസുകളിൽ പ്രതിയാണ്. 2005 മുതൽ 2021 വരെയുള്ള കാലയളവിനിടെ എടുത്ത ക്രിമിനൽ കേസുകളാണിവ. ഇവയിൽ 6 കേസുകൾ കവർച്ച നടത്തിയതിന് രജിസ്റ്റർ ചെയ്തതാണ്. 4 കേസുകൾ മോഷണത്തിനെടുത്തതും. മറ്റുള്ളവ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിനും തട്ടിക്കൊണ്ടുപോകലിനും മറ്റും രജിസ്റ്റർ ചെയ്തവയാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കാപ്പ കേസ് പ്രതി കൂടിയാണ് ഇയാൾ. 2ാം പ്രതി പോക്സോ ഉൾപ്പെടെ 3 കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ബാലരാമപുരം, നെയ്യാറ്റിൻകര, നരുവമ്മൂട് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണിവ.